ശരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമുള്ളൂ: പണം സമ്പാദിക്കുക എന്നുള്ളത്. നമ്മുടെ ലൈഫ് ജേണി ഒന്ന് പരിശോധിച്ച് നോക്കൂ. നമ്മൾ സ്കൂളിൽ പോകുന്നു, അതിനുശേഷം നമ്മൾ കോളേജിലേക്ക് പ്രവേശിക്കുന്നു, അതിനുശേഷം നമ്മൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ഇതിനെല്ലാത്തിനും ഒറ്റ റീസണേ ഉള്ളൂ: പണം സമ്പാദിക്കുക എന്നുള്ളത്. ഓട്ടോമാറ്റിക്കായി സമ്പാദിക്കണം. കാരണം നമുക്കൊരു കോളേജിൽ പോകണമെങ്കിലും അല്ലെങ്കിൽ സ്കൂളിൽ അഡ്മിഷൻ എടുക്കണമെങ്കിലും പണം നമുക്ക് അത്യാവശ്യമാണ്, അല്ലേ? ഒന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നമ്മൾ കുറേ സമ്പാദിക്കുന്നുണ്ട്, നമ്മൾ ഇത്ര കാലം കഷ്ടപ്പെട്ട് അതിനുവേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ലാസ്റ്റ് നിങ്ങൾ നോക്കിയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ പണം മുഴുവനും എവിടേക്കാണ് പോകുന്നത് എന്നൊരു ചിന്ത നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? നമ്മൾ കുറേ കാശ് സമ്പാദിക്കുന്നു, അതിനുശേഷം നമ്മളത് കുറേ ചിലവഴിക്കുന്നു, ലാസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് ഒരു ചോദ്യം ഉയരുന്നത്: ഹൗ ടു മാനേജ് ക്യാഷ്. ഇതൊരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇതെല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഇവിടെയാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് മൊത്തത്തിൽ ഉദ്ദേശിക്കുന്നത്. ദർ ഇസ് എ റൂൾ ടു മാനേജ് അവർ മണി. അതാണ് 50-30-20 എന്ന റൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഓരോ നമ്പേഴ്സും ഓരോ ഘട്ടങ്ങളായിട്ട് പറയാം. ആദ്യം നമ്മുടെ 50 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സമ്പാദിക്കുന്ന ക്യാഷിൻ്റെ 50% നമ്മുടെ എക്സ്പെൻസിന് വേണ്ടി മാറ്റി വെക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾക്കിപ്പോൾ ഒരു ബാങ്ക് ലോൺ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സമ്പാദിക്കുന്ന ക്യാഷിൻ്റെ 50% ആ ബാങ്ക് ലോണിലേക്ക് നിക്ഷേപിക്കുക. എന്നിട്ട് മാക്സിമം ആ ബാങ്ക് ലോൺ ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തത് നമ്മുടെ റൂളാണ് 30 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുറേ ആഗ്രഹങ്ങളുണ്ട്. നമുക്ക് നേടണം, നമുക്ക് ഈ കാര്യം മേടിക്കണം, അല്ലെങ്കിൽ അവരെ പോലെ ജീവിക്കണം നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിനുവേണ്ടി നമ്മൾ ക്യാഷ് മാറ്റി വെക്കാം. ഉദാഹരണത്തിന്, നമുക്ക് ഒരു കമ്പ്യൂട്ടർ എടുക്കാം. നിങ്ങൾക്കൊരു കമ്പ്യൂട്ടർ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ സമ്പാദിക്കുന്ന ക്യാഷിൻ്റെ 30% അതിലേക്ക് നിക്ഷേപിക്കാം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 4 മാസം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ സാധനം ഏറ്റവും പെട്ടെന്ന് മേടിച്ചിറങ്ങാൻ പറ്റും. അടുത്തതാണ് 20 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഇത് മാറ്റി വെക്കേണ്ടത്. നമുക്ക് വയസ്സാവും, നമ്മൾ കുറേ കഴിഞ്ഞ് നമുക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് ഈ 20 എന്ന് പറയുന്നത്. ഈ 20 കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ സമ്പാദിക്കുന്ന ക്യാഷിൻ്റെ 20% നമ്മൾ സേവിങ്സിന് വേണ്ടി മാറ്റി വെക്കുക. ആ സേവിങ്സ് നമ്മൾ ഒരിക്കലും എടുക്കാൻ പാടില്ല. ഉദാഹരണത്തിന്, നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ബാങ്കിലേക്കാട്ടി ഇടുന്ന ഏറ്റവും നല്ലത് സ്റ്റോക്ക് മാർക്കറ്റ്, അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്. അതിലേക്ക് നിക്ഷേപിച്ച് നിങ്ങൾ 50 വയസ്സോ അല്ലെങ്കിൽ 60 വയസ്സാകുമ്പോൾ നിങ്ങൾക്ക് വേറെ ഒരു ജോലിയും ചെയ്യേണ്ട. നിങ്ങൾ ആ നിക്ഷേപിച്ച ക്യാഷ് വെച്ച് നിങ്ങൾക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം. മീൻസ്, നിങ്ങൾക്ക് ആ സമയത്ത് ഒരു കാർ മേടിക്കണോ, ആ സമയത്ത് ഒരു വീട് മേടിക്കണോ, അങ്ങനത്തെ എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ക്യാഷ് വെച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു റൂള് ഫോളോ ചെയ്താൽ നമ്മുടെ ജീവിതം മുഴുവൻ ഒരു സെക്യൂർ ആയിരിക്കും. മൈൻഡ് സെറ്റിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം വരുന്നത് ഏറ്റവും നന്നായിട്ട് ചിന്തിക്കുകയും ക്യാഷ് നന്നായിട്ട് മാനേജ് ചെയ്യാനും അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടി മാറ്റി വെക്കാനും സാധിക്കുന്ന ഒരാൾക്ക് മാത്രമേ ഇത്ര ഒരു പ്ലാൻ അവരുടെ മനസ്സിലേക്ക് കയറുകയും അതേപോലെ അവർക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ ഇതേപോലെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല സെക്യൂർ ആയിട്ടുള്ള ലൈഫ് എടുക്കാൻ പറ്റും.